അടിക്കടിയുണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പൊറുതിമുട്ടി കുരങ്ങാട്ടിയിലെ കുടുംബങ്ങൾ. വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് വൈദ്യുതി വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. മഴക്കാലം എത്തുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് പ്രശ്നപരിഹാരം കാണാൻ ഇടപെടൽ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. കുരങ്ങാട്ടി മേഖലയിലെ തുടർച്ചയായ വൈദ്യുതി മുടക്കം കുറച്ചൊന്നുമല്ല കുടുംബങ്ങളെ വലയ്ക്കുന്നത്. അടിക്കടിയുള്ള വൈദ്യുതി മുടക്കം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. രാത്രികാലത്ത് കുട്ടികളുടെ പഠനത്തെ ഉൾപ്പെടെ വൈദ്യുതി മുടക്കം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ മുമ്പ് പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ പ്രതിഷേധം ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായതായി കുടുംബങ്ങൾ പരാതി ഉന്നയിക്കുന്നു. വൈദ്യുതി പ്രതിസന്ധി ഓരോ ദിവസം കൂടുന്നവരും കുരങ്ങാട്ടിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരു സമരമൊക്കെ നടത്തി ഇതിന് പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ ഇത് ഞങ്ങളെ അവിടുത്തെ കുരങ്ങാട്ടിലെ ജനങ്ങളെ മുഴുവൻ കളിയാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് KSB സ്വീകരിക്കുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 8, 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ് വരണേ. അത് വന്നാൽ തന്നെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് പിന്നെയും പോകും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കഴിയും വരും, പിന്നെ അങ്ങനെ പോകും. ചില ദിവസം പകലൊന്നും കറണ്ട് കാണാറേയില്ല. ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് കുരങ്ങാട്ടി. ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം വേണ്ടവിധം ഇല്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് ആളുകൾ കൂടുതലായി ആശയവിനിമയം നടത്തുന്നത്. വൈദ്യുതി പോകുന്നതോടെ ആശയവിനിമയ മാർഗം വഴിയടയും. പ്രദേശത്ത് സ്കൂൾ, റേഷൻ കട, ചികിത്സാ കേന്ദ്രങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട്. തുടർച്ചയായ വൈദ്യുതി മുടക്കം ഇവയുടെ എല്ലാം പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിവിടം. മഴക്കാലം എത്തുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് മഴ കനക്കും മുമ്പേ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കത്തിന് കാരണമാകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.